ചേട്ടാ, സുരേഷ് ഗോപി നമ്മുടെ അടുത്ത ചർച്ചാ വിഷയം. സുരേഷ് ഗോപി എന്ത് പറഞ്ഞാലും നമ്മളങ്ങനെ കാര്യമാക്കാറില്ല കുറെ നാളായിട്ട്. പറയുന്നതൊക്കെ പലതും എന്താ പറയാ, മണ്ടത്തരങ്ങളാണ് കൂടുതലും പറയുന്നത്, അല്ലെങ്കിൽ ആൾക്കാരെ അങ്ങേയറ്റം വെറുപ്പിച്ചു കഴിഞ്ഞു. പക്ഷെ ഇപ്പൊ സുരേഷ് ഗോപി ഒരു കാര്യം പറഞ്ഞേക്കുന്നത്, അതായത് ശബരിമല, അത് പണ്ട് തൃശ്ശൂര് ഞാനിങ്ങ് എടുക്കുക എന്ന് പറഞ്ഞതുപോലെ അധികം താമസിയാതെ ശബരിമലയും ഞങ്ങൾ ഇങ്ങ് എടുക്കും എന്നുള്ള രീതിയിൽ ഒരു ധ്വനിയിലൊരു സംസാരം. അതായത് പക്ഷെ അത് ആര് കൊടുക്കണം? ജനങ്ങൾ കൊടുക്കണം പോലും. ജനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറയാ, ശബരിമല കേന്ദ്രത്തിന്റെ കയ്യിലോട്ട് എത്തും. അതായത് മോദി പിന്നീട് ശബരിമലയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കും എന്നൊക്കെയാണ് സുരേഷ് ഗോപി പറയുന്നത്. അപ്പൊ ഈ സുരേഷ് ഗോപി പറയുന്ന എന്ത് പോരായ്മയാണ് ഇപ്പോൾ ഈ ശബരിമലയിലുള്ളത്, അല്ലെങ്കിൽ ഈ ശബരിമല വിഷയം, അല്ലെങ്കിൽ ശബരിമലയിൽ എന്ത് പോരായ്മയാണ് സുരേഷ് ഗോപി കണ്ടേക്കുന്നത്? അതായത് ഇത് കേന്ദ്രത്തിന്റെ കയ്യിൽ എത്തിക്കണമെന്ന് പറയാൻ മാത്രം എന്ത് പോരായ്മയായിരിക്കും സുരേഷ് ഗോപി ഇവിടെ കണ്ടിട്ടുണ്ടാവുക? ഇത് ശബരിമല എന്ന് പറയുന്ന ഈ ഒരു ആരാധനാലയം അല്ലെങ്കിൽ ക്ഷേത്രം ഒരു ഏറെക്കാലം എന്നല്ലേ ശബരിമല എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിയതിന് ശേഷം മുഴുവൻ അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തിക്കൊണ്ടിരുന്നത് ഇവിടെ സർക്കാരാണ്. സർക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ദേവസ്വം ബോർഡ് രൂപീകരിക്കും. ദേവസ്വം ബോർഡ് രൂപീകരിച്ച് ശരിക്കും പിന്നെ ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരൊന്നും ആയിരുന്നില്ല. അതിനു മുമ്പ് തന്നെ ഇതിനെ ദേവസ്വം ബ്രഹ്മസ്വം എന്ന് പറയുന്ന രണ്ട് വിഭാഗമായി തിരിച്ചുകൊണ്ട് അന്ന് ഉണ്ടായിരുന്ന, അതായത് ക്ഷേത്രങ്ങളെല്ലാം പൊളിഞ്ഞ് നാശകോശയായി കിടന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഈ ക്ഷേത്രങ്ങളെ നവീകരിക്കുന്നതിനും ഈ ക്ഷേത്രങ്ങളുടെ യഥാർത്ഥ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നതിനും വേണ്ടിയിട്ട് ഇവിടെ അന്നത്തെ തമ്പുരാട്ടിയാണ്, എനിക്ക് തോന്നുന്നു റാണി ലക്ഷ്മിബായി എന്നെന്തോ ആണ് ആ തമ്പുരാട്ടിയുടെ പേര്. ആ തമ്പുരാട്ടിയാണ് ശരിക്കും ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഒരു സംഭവം രൂപകൽപ്പന ചെയ്തെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതിനെ തുടർന്ന് ഈ ക്ഷേത്രങ്ങൾ നവീകരിക്കപ്പെടുകയും ക്ഷേത്രങ്ങളുടെ ആരാധനാക്രമങ്ങൾ മാറുകയും ഇത് അങ്ങനെ ഒരു ബോർഡ് എന്നുള്ള നിലയിൽ ഈ ക്ഷേത്രങ്ങളുടെ എല്ലാം ഒരു നിയന്ത്രണ അവകാശം ഈ ബോർഡുകളിൽ നിക്ഷിപ്തമാക്കുന്ന തരത്തിലാണ് അതിൻ്റെ ഡിസൈനിങ് ഉണ്ടായത്. അത് പിന്നീട് കാലം അനുസരിച്ച് ഇങ്ങനെ തുടർന്ന് പോരുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇത് ഈ പറയുന്ന പോലെ പിന്നെ പെട്ടെന്നൊരു ദിവസം വിചാരിച്ചുകൊണ്ട് ഇവിടേക്ക് എൻ്റർ ചെയ്തുകൊണ്ട് BJP പോലൊരു പാർട്ടിക്ക് ഇതിനെ അങ്ങ് പിടിച്ചെടുത്ത് കേന്ദ്രത്തിൻ്റെ കീഴിലേക്ക് കൊണ്ടുപോകാം എന്നൊക്കെ വിചാരിക്കുന്നത് മൂഢസ്വർഗത്തിലുള്ള ആൾക്കാർ തന്നെയാണ്. അതൊന്നും പ്രാക്ടിക്കലി നടപ്പുള്ള കാര്യമൊന്നുമല്ല. പിന്നെ കാലം ഇത്രയും കഴിഞ്ഞും ഈ ശബരിമലയെ പോലുള്ള ഒരു ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തു എന്നൊരു ചോദ്യമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് പരിശോധിക്കാം. ഇപ്പം ശബരിമല അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പം ഇവർ ഉയർത്തിക്കൊണ്ടുവരുന്ന വാദം സ്വർണ്ണപ്പാളി തട്ടിപ്പ് എന്നുള്ളതാണ് അതിനെ പ്രധാനമായി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വാദം. അതായത് ഇപ്പോൾ ഇരിക്കുന്ന സംസ്ഥാന സർക്കാർ എന്തൊക്കെയോ തട്ടിപ്പുകൾ നടത്തി. അപ്പം അത് ഞാനൊരു ചോദ്യം കൂടെ അപ്പൊ എനിക്ക് ചോദിക്കാനുണ്ട്. തെളിവുണ്ടോ സുരേഷ് ഗോപിയുടെ കയ്യില്? സുരേഷ് ഗോപിയുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ എന്നുള്ള ചോദ്യമാണ് എനിക്ക് അതിനകത്ത് ചോദിക്കാനുള്ളത്. പിന്നെ അതിനെ പൊക്കി പിടിച്ചിട്ടാണല്ലോ ഈ പറയുന്നത് ഇതിപ്പം മോദിയുടെ കയ്യില് കൊടുത്താൽ മതി, അതായത് ഭദ്രമായിട്ട് കൊടുത്താൽ മതി, ഭദ്രമായിട്ട് സംരക്ഷിച്ചോളും എന്നുള്ള ഒരു രീതിയിലാണല്ലോ ഇപ്പൊ സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഇങ്ങനെ ഒരു കാര്യം പറയണമെങ്കിൽ അതിൽ എന്തെങ്കിലും തെളിവ് വേണ്ടേ? അപ്പൊ ആദ്യം സുരേഷ് ഗോപി ആ തെളിവ് കാണിക്കണം. മോറോവർ പിന്നെ നമ്മൾ വേറൊരു കാര്യം നമ്മൾ പരിശോധിക്കാം. ഇപ്പൊ ശബരിമല കേന്ദ്രത്തെ ഏൽപ്പിച്ചാൽ ഇതുപോലെ സുഖകരമായി മുന്നോട്ട് പോകുമോ? അല്ലെങ്കിൽ ഇത്രയും കാലം ശബരിമല അല്ലെങ്കിൽ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരുന്ന UPA സർക്കാരും ഈ പറയുന്ന ഭക്തരോട് ഇത്രയധികം അനുഭവമുള്ള ഈ പറയുന്ന BJPയും നമ്മുടെ ശബരിമലയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു? ഇതൊരു വലിയ ചോദ്യമാണ്. ഈ ചോദ്യം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ശബരിമലയിൽ ആ ഒരു അഭൂതപൂർവമായ തിരക്ക് അനുഭവപ്പെട്ടൊരു കാലഘട്ടമായിരുന്നു. ഏറ്റവും എന്താ പറയുക, അവിടേക്ക് നോക്കുമ്പോൾ തന്നെ ഭയം തോന്നുന്ന തരത്തിലുള്ള ഒരു തിരക്കുണ്ടായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സമയത്ത് ശബരിമലയിലേക്ക് അവിടെ അതായത് ഇവരുടെ പിന്നെ എന്താ പറയുക ദേശീയ സുരക്ഷാ സേനകൾ എത്താൻ പോലും വൈകി. NDRF ടീം ഇവിടെ എത്താൻ ഒരുപാട് വൈകിപ്പോയി എന്നുള്ളത് വേറൊരു പ്രശ്നമുണ്ട്. അവരെ വേണ്ട രീതിയിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ ഇത്തവണത്തെ ഒരു പ്രശ്നം. എന്നാൽ ശബരിമലയിൽ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഒരുക്കുക എന്നുള്ളതാണ് പിന്നീട് വേണ്ട കാര്യങ്ങൾ. അതായത് ഇപ്പോൾ റോഡ് വികസനം നടക്കണം. ശബരിമലയിലേക്ക് എത്തുന്ന പമ്പ വരെയുള്ള ആ റോഡ് വികസനം അവിടെ സാധ്യമാവണമെന്നുണ്ടെങ്കിൽ പ്രധാനമായും നമ്മൾ നോക്കേണ്ടത് ഈ റോഡ് വികസനത്തിന് വേണ്ടിയിട്ട് സ്ഥലം ഏറ്റെടുക്കേണ്ടി വരും. ഈ സ്ഥലം എവിടെ ഇരിക്കുന്ന സ്ഥലമാണ്? വനഭൂമിയാണ്. അപ്പോൾ ഈ വനഭൂമി ഏറ്റെടുക്കാൻ ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെ കൊണ്ട് പ്രാപ്തിയില്ല. എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ വനനിയമപ്രകാരം അവിടെ നിന്നും സ്ഥലം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവിടെ അത്രയും വനം നശിക്കപ്പെട്ട് കഴിയുമ്പോൾ ഏക്കർ കണക്കിന് വസ്തു വേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇത് കാലാവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് പറയുന്ന ഒരു മുടന്തൻ ന്യായം ഈ കേന്ദ്രത്തിന്റെ പക്കലുണ്ട്. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ കേന്ദ്ര വന നിയമം പരിഷ്കരിക്കപ്പെടണം. കേന്ദ്ര വന നിയമം പരിഷ്കരിച്ചെങ്കിൽ മാത്രമേ, ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദ്രൗപദി മുർമു എന്ന് പറയുന്ന ഒരു നമ്മുടെ പ്രഥമ വനിത നമ്മുടെ ശബരിമല സന്ദർശനത്തിനായെത്തി. എങ്ങനെയാണ് അവരവിടെ എത്തിയത്? അവർക്ക് അവിടേക്ക് എത്താൻ വേണ്ടിയിട്ടൊരു ഹെലിപ്പാഡ് സൗകര്യം ഒരുക്കി കൊടുക്കാൻ സാധിക്കുമോ?
സാധിച്ചിട്ടേ ഇല്ല. അവരവിടെ വന്നതിന് ശേഷം ഇതുപോലെ പാടുപെട്ടിട്ട് തന്നെയാണ് അവിടെ ശബരിമലയിലേക്ക് എത്തുന്നത്. അപ്പം വനനിയമത്തിൽ കാര്യക്ഷമമായ പരിഷ്കരണമാണ് ആദ്യമായിട്ട് വേണ്ടത്. അപ്പോൾ സ്വാഭാവികമായും ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, ഭക്തന്മാരുടെ എണ്ണം കൂടുന്നതനുസരിച്ച് അവിടെ ഫെസിലിറ്റീസ് വർദ്ധിപ്പിക്കാൻ സാധിക്കും. വരുന്ന വാഹനങ്ങൾക്ക് സുഗമമായി വരാനും അതുപോലെ തിരിച്ചു പോകാനും വേണ്ട വഴി സൗകര്യങ്ങൾ, റോഡ് മാർഗ്ഗങ്ങൾ അവിടെ ഉണ്ടാക്കാനും കഴിയും. അപ്പോൾ വനനിയമം പരിഷ്കരിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്നിരിക്കലും കേന്ദ്ര സർക്കാർ എന്തുകൊണ്ടാണ് അതിൽ ഒളിച്ചുകളി നടത്തുന്നത്? അങ്ങനെ ഒരു ശബരിമലയുടെ സമ്പൂർണ്ണമായ ഒരു വികസനമാണ് അവിടെ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം വേണ്ട ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഒരുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി സംസ്ഥാന സർക്കാരിനോട് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ശബരി റെയിൽപാത എവിടെ വരെ എത്തി? ശബരി റെയിൽപാത ആരാണ് അതിനെ നമുക്ക് പിന്നെ ഇത് കൊടുക്കാനേ പറ്റൂ, അതിൻ്റെ ഒരു പ്രോജക്ട് റിപ്പോർട്ട് സമർപ്പിക്കാനേ പറ്റൂ, DPR കൊടുക്കാനേ പറ്റൂ. ആ DPRന് കേന്ദ്ര മന്ത്രാലയം അംഗീകാരം നൽകിയിട്ട് വേണം ഇവിടെ ശബരി റെയിൽപാത അനുവദിക്കാൻ. ചെങ്ങന്നൂരിൽ നിന്ന് മറ്റോ കണക്ട് ചെയ്യുന്ന ഒരു റെയിൽവേ പാതയാണ്. അപ്പൊ അത് എത്തണമെന്നുണ്ടെങ്കിൽ ആര് വിചാരിക്കണം? കേന്ദ്ര സർക്കാർ വിചാരിക്കണം. ഈ കാര്യവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ എന്തെങ്കിലും ഇതുവരെ സർക്കാർ ഇവിടെ ചെയ്തിട്ടുണ്ടോ? ശബരിമലയ്ക്ക് വേണ്ടിയിട്ട്, ശബരി റെയിൽപാതയ്ക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അപ്പം അവിടെ ആറന്മുളയിൽ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഈ പറയുന്ന നീക്കുപോക്ക് ഉണ്ടായിട്ടുണ്ടോ? ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ശബരിമലയെ ഈ കഴിഞ്ഞ കാലം അത്രയും ഈ പറയുന്ന കേന്ദ്ര സർക്കാർ, അത് BJP ആയിക്കോട്ടെ UP ആയിക്കോട്ടെ, ഇപ്പൊ BJP തന്നെ പരിഗണിക്കാം. കാര്യം ഇത്രയും കാലഘട്ടമായിട്ട് BJP തന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 2014 മുതൽ ഇവിടെ വരെ BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇനി അങ്ങോട്ട് BJP തന്നെയായിരിക്കും ഭരിക്കാൻ പോകുന്ന, യാതൊരു മാറ്റവും ഇല്ല കാര്യത്തിൽ. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് എണ്ണിപ്പെറുക്കി പറയാൻ ഒരു 2 കാര്യം പേർക്ക് പറയാനുണ്ടോ? ഈ BJPക്ക് അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന കേന്ദ്രമന്ത്രി എന്ന് പറയുന്ന പിന്നെ സുരേഷ് ഗോപിക്ക് കഴിയും 2 കാര്യം പറഞ്ഞാൽ മതി. ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ ശബരിമലയ്ക്ക് വേണ്ടി ചെയ്തു എന്ന് അത് ചെയ്ത് ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞതിന് ശേഷം കയ്യടി വാങ്ങിയിട്ട് പോരെ ബാക്കി പറയുന്നത്? ഞങ്ങൾ ഇന്ന കാര്യം ശബരിമലയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്, അപ്പം ഇനിയും ഞങ്ങൾ ചെയ്തോളാം. ഇവർ ചെയ്തത് എന്താ? കഴിഞ്ഞ 2018 ഇവിടെ ആ 18-ാം മാസത്തിൽ 2018 വൃശ്ചിക സമയത്ത് വ്യാപകമായ പ്രചരണം അഴിച്ചു വിടുകയായിരുന്നു. എന്തായിരുന്നു അറിയാമല്ലോ? അവിടെ കാണിക്കയായിട്ട് ഒരു നയാ പൈസ അവിടെ ഇടരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വൃത്തികേട് അഴിച്ച് വിട്ട ഒരു ടീമാണ് ഈ പറയുന്ന BJPക്കാര്, സുരേഷ് ഗോപിയുടെ പാർട്ടി. ശശികല ടീച്ചർ ആ സമയത്ത് ഇവിടെ പ്രസംഗവും കൊണ്ട് നാടൊട്ടുക്കെ സഞ്ചരിക്കുകയായിരുന്നു. ശബരിമലയിലെ പണം കൊള്ളയടിക്കുകയാണ് ഇവിടുത്തെ സർക്കാർ, കാണിക്കയിടരുത് എന്ന് പറഞ്ഞു. ട്രഷറിയിൽ വിതരണം ചെയ്യുന്ന നോട്ടിനകത്ത് ഭസ്മത്തിന്റെയും ചന്ദനത്തിന്റെയും മണമുണ്ടെന്നായിരുന്നു അവർ പറഞ്ഞു നടന്നത്. അത് വാസ്തവമായിരുന്നു? അവാസ്തവമായ കാര്യം. അതിന്റെ ഫണ്ടിന്റെ പൂർണ്ണ കൺട്രോൾ ഇരിക്കുന്നത് പിന്നെ ശരിക്കും പറഞ്ഞ ഹൈക്കോടതിയിലാണ്. അവിടെ നിന്ന് 1 രൂപ ചെലവാക്കണമെങ്കിൽ പോലും ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം മാത്രമേ ചെലവാക്കാൻ കഴിയൂ. ഹൈക്കോടതിയാണ് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നല്ല എന്താ? അവിടെ ഞങ്ങൾ അങ്ങ് കാണിച്ചു കൂട്ടിത്തരാന്ന് പറയുമ്പോൾ കേരളത്തില് പോട്ടെ BJP നോക്കി നടത്തിക്കൊണ്ടിരുന്ന, ഇപ്പൊ എനിക്ക് തന്നെ പരിചയമുള്ള 1-2 ക്ഷേത്രങ്ങളുണ്ട്. അവിടെ ഭരണസമിതി RSSകാരായിരുന്നു. അതിനുശേഷം ആ ക്ഷേത്രം നിർഗുണമായി മാറി. അതിനെ എങ്ങനെയെങ്കിലും എടുത്ത് ഉയർത്തിക്കൊണ്ട് വന്ന് പിന്നീട് ആ ക്ഷേത്രത്തെ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തതിന് ശേഷം മാത്രമാണ് ആ ക്ഷേത്രം ഇപ്പോൾ നല്ല നിലയ്ക്ക് പ്രവർത്തിച്ചു പോരുന്നത്. ഇവരവിടെ കൊണ്ട് കയറി പിന്നെ ഇപ്പൊ എന്താ, ഈ ക്ഷേത്രത്തിന്റെ പുറത്ത് അവർ കൊണ്ട് കാവിക്കൊടി കിട്ടും. ക്ഷേത്രത്തിന്റെ അകത്തുള്ള പരിപാടികളിലൊന്നും ഇവരെ പങ്കെടുപ്പിക്കാറില്ല. എന്ന് വെച്ചാൽ അതിന്റെ നിത്യപൂജകളിലൊന്നും ഇതിലൊന്നും പങ്കെടുപ്പിക്കാറില്ല. പിന്നെ മോഷണ കുറ്റമാണ് പറയുന്നതെങ്കിൽ ഇതേ ഈ പണ്ട് സുരേഷ് ഗോപി ഒരു പ്രസംഗം നടത്തിയ ഓർമ്മയുണ്ടല്ലോ, എനിക്ക് താഴെ തന്ത്രി കുടുംബത്തിൽ ജനിക്കണം, പൂണൂലിട്ട കുടുംബത്തിൽ ജനിക്കണം, അയ്യപ്പനെ കെട്ടിപ്പിടിക്കണം, ഇതൊക്കെ പറയണ്ട. ഇതിപ്പോ ആചാര ലംഘനമല്ലേ? അയ്യപ്പനെ പോയി കെട്ടിപ്പിടിക്കുന്നതൊക്കെ ആചാര ലംഘനമല്ലേ? എനിക്ക് ആ കുടുംബത്തിൽ പിറക്കണം. താഴമ കുടുംബത്തെ കുറിച്ചാണ് പറയുന്നത്, തന്ത്രി കുടുംബത്തില്. അപ്പൊ എന്താണ് തന്ത്രി കുടുംബത്തിൽ? ഇപ്പൊ ആ തന്ത്രിമാരാണ് ഇന്ന് ഏറ്റവും വലിയ കള്ളന്മാരായത്. മനസ്സിലായില്ലേ? ഇപ്പൊ കണ്ഠരര് രാജീവരാണ് ഇപ്പൊ അതിനകത്ത് പെട്ടുനിൽക്കുന്നത്. പുള്ളിയാണ് ഇതിന് അനുമതി കൊടുത്ത് ചെമ്പുവാളിയാണെന്ന് എഴുതി വിട്ടത്. മഹസർ തയ്യാറാക്കിയാൽ ഒന്നാമനാണ്. അപ്പം അയാളുടെ പേരല്ലേ ഇപ്പം പത്മകുമാർ വിളിച്ചു പറഞ്ഞത്. അപ്പം സുരേഷ് ഗോപി എന്താ ഉദ്ദേശിച്ചത്? തന്ത്രിയായി നിന്നുകൊണ്ട് ഇപ്പൊ രാജീവര് കാണിച്ച പോലെയുള്ള അഴിമതി ഇവനകത്ത് കാണിക്കാം. അങ്ങനെ അഴിമതി മോഷണത്തിനൊന്നും നമ്മളാരും കൂട്ടിയിരിക്കത്തൊന്നുമില്ല. ഇവിടുത്തെ ജനങ്ങൾ കൂട്ടു നിൽക്കുകയില്ല. ഈ പറയുന്ന സുരേഷ് ഗോപി പറഞ്ഞിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ടുണ്ട്, നമ്മൾ ആദ്യമേ പറഞ്ഞത്. നമ്മൾ പറയുന്നൊന്നും അങ്ങനെ കാര്യമായിട്ട് എടുക്കാറില്ല. പിന്നെ പറഞ്ഞ കാര്യത്തിന് ഒരു വ്യക്തത കൂടെ വരുത്തി കൊടുക്കണമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം തന്നെ എടുത്തത് തന്നെ. ഇത് ഈ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ തോന്നുന്നു ഇവിടെ BJP വന്നു കഴിഞ്ഞാൽ ഇവിടെ തേനും പാലും ഒഴുക്കുമെന്നൊക്കെയാണോ? ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ലെന്നേ, ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല. ഇവിടെ അങ്ങനെ സംഭവിപ്പിക്കാനായിരുന്നെങ്കിൽ അല്ല, ജനങ്ങളോട് എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ഈ സുരേഷ് ഗോപി ചെയ്യേണ്ടിയിരുന്നത് എന്താണെന്നറിയോ? ആ വയനാട് ഫണ്ട് തടഞ്ഞു വെച്ചിരിക്കുന്നില്ലേ? ആ ഫണ്ട് തടഞ്ഞു വെച്ചിരിക്കുന്നു. അവിടെയുള്ള സാധാരണക്കാരുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ അവരുടെ അടുത്ത ലോണുകൾ, വായ്പകൾ എഴുതി തള്ളിയിട്ടില്ല. അവരെവിടെ എടുത്തിട്ട് വായ്പ എഴുതി തിരിച്ചടയ്ക്കാൻ തീരുമാനമായിട്ടില്ല. അവർക്ക് വേണ്ടി ടൗൺഷിപ്പ് പണിഞ്ഞുകൊണ്ടിരിക്കുക. ആ ടൗൺഷിപ്പിന് വേണ്ടി സർക്കാർ ഫണ്ട് പിരിവ് നടത്തിയപ്പോൾ അത് കൊടുക്കരുതെന്ന് പറഞ്ഞ കൂട്ടത്തിലുള്ള ടീമുകളാണ് ഇവരെല്ലാം.
എന്ന് വെച്ചാൽ ആ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി സർക്കാർ നടത്തുന്ന ഒരു പദ്ധതിക്ക് നിങ്ങൾ പണം ചെലവാക്കരുത്, ഞങ്ങൾ അങ്ങ് ചെയ്തു കൊടുക്കാം. എന്നിട്ട് ഈ പറയുന്ന BJP എത്ര വീട് വെച്ചു കൊടുത്തു? അവിടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് BJPയുടെ പങ്ക് എന്നും പറഞ്ഞുകൊണ്ട് എത്ര വീടുണ്ട് പറ? അത് പറയാൻ സുരേഷ് ഗോപി തയ്യാറാണോ? അതിനൂടെ തയ്യാറാവണം. എന്നിട്ട് മതി അവിടെ കൊടുത്തിരിക്കുന്ന ആൾക്കാരുടെ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ല വായ്പ എഴുതൽ. ഇവർ എവിടെ നിർത്തിട്ട് വായ്പ അടയ്ക്കണം? സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയില്ല, ഉണ്ടായിരുന്ന കിടപ്പാടം പോയി. അതോടൊപ്പം തന്നെ അവരുടെ കൂടുതലും കൃഷി ചെയ്യുന്ന ആൾക്കാരാണ്. അവിടെ കൃഷി നശിച്ചു. റേഷൻ കാർഡ് അവര് ഇന്ത്യൻ പൗരന്മാരാ തെളിയിക്കുന്നതിനുള്ള യാതൊരു തെളിവുകളും അവരുടെ കയ്യിലില്ലെന്നേ. അവരുടെ ആകെപ്പാടുള്ളതെന്ന് പറഞ്ഞാൽ നഷ്ടമാകാത്ത ഡിജിറ്റൽ ആയതുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് മാത്രം അവിടെ കിടക്കും. ബാക്കി അവരുടെ ഫിസിക്കലായിട്ടുള്ള എല്ലാ സാധനങ്ങളും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ആ നഷ്ടപ്പെട്ടവർക്ക് അവരുടെ കോടതി പോലും ഹൈക്കോടതി പോലും വിമർശിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തായി കാണിക്കുന്നുള്ള കാര്യം. ഇവരെവിടെ നിന്ന് തിരിച്ചടയ്ക്കും? ഇനി ജപ്തി ചെയ്തുകൊണ്ട് പൊയ്ക്കോ എന്ന് പറയാനാണെങ്കിൽ കാണിക്കാൻ ഭൂമിയില്ല. അവരുടെ ആട് മാട് സകലമാന ജീവജാലങ്ങളോ എടുത്തുകൊണ്ട് പോയി. ഇത് ഞാൻ വയനാട്ടിൽ ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ ചില കാര്യമുണ്ട്. വയനാട് ഇതുപോലെ തന്നെ ഇതിന് കുറച്ചു കാലത്തിന് മുമ്പ് ആ പ്രളയമൊക്കെ ഉണ്ടായ കാലഘട്ടത്തിൽ അവിടെ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായി. ആ സമയത്ത് ചെന്നിട്ട് ഞാൻ പലരെയും കണ്ടു. നമ്മൾ കാണിക്കൽ TV-യിലൊക്കെ കണ്ട ഒരു ദൃശ്യം ഉണ്ടായിരുന്നു. അക്കാലത്ത് ഒരു ഉരുള് പൊട്ടി ഇങ്ങനെ ഒലിച്ചു വരുന്നതിൻ്റെ ഒരു ദൃശ്യം. ആ സ്ഥലത്തേക്ക് ഞാൻ പോയിരുന്നു. അപ്പോൾ അവിടെ പോയി അവിടുത്തെ ആൾക്കാരോട് സംസാരിച്ചപ്പോൾ ആ വയനാട്ടിലുള്ള ആൾക്കാർ പറയുന്നത് കേട്ടാൽ നമ്മുടെ നെഞ്ച് പിടഞ്ഞു പോകും. അപ്പോൾ അവർ വന്നിട്ട് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, സാറേ അതേണ്ട ഈ കിടക്കുന്നതൊക്കെ എൻ്റെ വീടും TV ഉണ്ടായിരുന്നു, എൻ്റെ വീടാണ് ഈ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്നത്. ഈ മണ്ണിനടിയിൽ ഞാൻ വളർത്തിയ കോഴിയും ആടും പശുവുമെല്ലാം ഈ മണ്ണിനടിയിൽ കിടപ്പുണ്ട് എന്ന് ദയനീയതയോടുകൂടി പറയുന്ന ഒരു പറ്റം ആളുകളെ കാണേണ്ടി വന്നിട്ടുണ്ട് നമുക്ക്. അപ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നിയൊരു വല്ലാത്ത ഒരു പ്രശ്നമുണ്ട്. അതായത് നമ്മൾ ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ എത്ര സുഖകരമായൊരു അവസ്ഥയിലൂടെ അല്ലെ സുഖകരമായൊരു ആവാസ വ്യവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത് നമുക്കൊരു തോന്നലുണ്ടാവും. അപ്പോഴാണ് അവർ വന്നിട്ട് നമ്മളോട് പറയുകയാണ്, എൻ്റെ പശു ആടും എല്ലാം എൻ്റെ അടിയിൽ കിടക്കുകയാണ്, ഈ മണ്ണിനടിയിൽ കിടക്കുകയാണ്, എൻ്റെ വീട് തന്നെ എൻ്റെ അടിയിലുണ്ട് എന്ന് പറയുന്ന ആ മനുഷ്യരുടെ വികാരം നമ്മൾ മനസ്സിലാക്കണം. ഒന്നുമില്ല, ആ മനുഷ്യർക്ക് ലോണ് തിരിച്ചടവ് ആ വായ്പ ഒന്ന് എഴുതി തള്ളാൻ വേണ്ടിയിട്ട് സർക്കാർ കള്ളക്കളി കേന്ദ്ര സർക്കാർ കള്ളക്കളി കാണിച്ചുകൊണ്ടിരിക്കുക. ഇവരാണ് നാളെ വന്ന് ശബരിമല ഏറ്റെടുക്കാൻ പോകുന്നത്, ജനങ്ങളെ മുഴുവൻ ഏറ്റെടുക്കാൻ പോകുന്നത്. ശബരിമലയിൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ല. ഈ തന്ത്രി കുടുംബം ഒപ്പിച്ചു വെച്ച പണിയല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ശബരിമലയിൽ എന്താ പ്രശ്നമുള്ളത്? അതായത് ജനങ്ങൾക്ക് മുന്നിൽ നിന്ന് ഇങ്ങനെ ധൈര്യമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപി അതിന് തെളിവ് കാണിക്കണം. അത് തന്നെ. അവിടെ പ്രശ്നമുണ്ട്, ഇന്ന കാര്യത്തിൽ പ്രശ്നങ്ങളുണ്ട്, ആ കാര്യങ്ങൾ ചെയ്ത് ആ പ്രശ്നങ്ങൾ ഒഴിവാക്കി തരാം എന്ന് പറയാനുള്ള തന്റെ ഇടം കാണിക്കണം. സുരേഷ് ഗോപിക്ക് ഇന്ന് വരെ അതിന് കഴിഞ്ഞിട്ടില്ല. ഒരു എയിംസ് എടുത്ത് തലയ്ക്കകത്ത് കൊട്ടയ്ക്കകത്ത് ഒന്നും നടക്കുകയാണ്, എവിടെ ഇറക്കി വെക്കണോന്ന് അറിയാൻ വയ്യാതെ. ആലോചിച്ച് നോക്കി, തലയിൽ ഒരു എയിംസ് ഇരിപ്പുണ്ട്, ഈ എയിംസ് ഞാൻ എവിടെ ഇറക്കി വെക്കണം പറയൂ എന്നും പറഞ്ഞിട്ട് ഞാൻ ആലപ്പുഴ കൊടുക്കും, തൃശ്ശൂർ കൊടുക്കും, പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തങ്ങ് സ്റ്റാലിനെ വിളിച്ചിട്ട് സ്റ്റാലിനെ കൊടുക്കുമെന്ന് പറയുന്ന കക്ഷിയാണ് അല്ലേ? എന്നാലോചിച്ച് നോക്കൂ. എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇതും കൊണ്ട് നടക്കാണ്. പിന്നെ ഇത് വല്ല വെള്ളിയാഴ്ച ഉണ്ടോ എനിക്കറിയാൻ വേണ്ടി ചോദിക്കും. ഒരു കേന്ദ്രമന്ത്രിയാ ഒരു വെള്ളിയാഴ്ച ഇല്ല, ഇതൊക്കെ ചുമന്നുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന ഒരു മനുഷ്യനെ ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് ഇപ്പം അവിടെ ശ്രീലേഖയെ ജയിപ്പിക്കാൻ പോവാണ്, റിട്ടയർഡ് IPS ഉദ്യോഗസ്ഥ. അവർക്കാണെങ്കിൽ പിന്നെ അവരുടെ വീടിന്റെ നടയിൽ പോയി നിന്നിട്ട് പിന്നെ അവരെ ഒന്ന് കാണാൻ വേണ്ടി സമയം അനുവദിച്ച് കിട്ടുമോ? ഈ റിട്ടയർഡ് IPS ഉദ്യോഗസ്ഥ ശ്രീലേഖയെ അവര് എന്താ അവിടുത്തെ കൗൺസിലറാണ്, ശാസ്ത്രമംഗലം കൗൺസിലറാകാൻ വേണ്ടി ട്രൈ ചെയ്യാണ്. അവിടെ പോയി നിന്നിട്ട് ഈ ശ്രീലേഖയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞ് അപ്പോയിന്റ്മെന്റ് കൊടുക്കത്തേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരാളെ ജയിപ്പിക്കാൻ വേണ്ടിയാണ് അവിടെ പോയി നിൽക്കുന്നത്. ആലോചിച്ച് നോക്കുക. എത്ര അവർക്ക് ശരിക്കും പറഞ്ഞ സീറ്റ് വേറെ കൊടുക്കാനിരുന്നതാ, തിരുവനന്തപുരം സെൻട്രൽ കൊടുക്കാനിരുന്നതാ. അപ്പം അപ്പോഴാണ് ഇവര് ഇങ്ങനെ ഈ ഒരു ഇതിലേക്ക് മാറ്റിയത്. VV രാജേഷിന്റെ കടുത്ത എതിർപ്പുണ്ട്. കാര്യം ഇവിടെ കാണാൻ ജയിച്ചു കഴിഞ്ഞാൽ ശാസ്ത്രമംഗലം വാർഡിൽ ഈ ശ്രീലേഖ ജയിച്ചു കഴിഞ്ഞാൽ മേയറാക്കി ഉയർത്തി കാണിക്കാൻ പോകുന്ന ശ്രീലേഖയായിരിക്കും. VV രാജേഷിന് നല്ല പ്രശ്നമുണ്ട്, VV രാജേഷിന് നല്ല ദേഷ്യമുണ്ട്. കാര്യം VV രാജേഷിന്റെ മോഹം എന്താണ്? മേയറാവുക എന്നുള്ളതായിരുന്നു VV രാജേഷിന്റെ ആഗ്രഹം. അപ്പോൾ ആ ആഗ്രഹത്തിന് മങ്ങലേൽപ്പിച്ചുകൊണ്ടാണ് ഈ ശ്രീലേഖയുടെ സ്ഥാനാർത്ഥിത്വം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് VV രാജേഷിന് വലിയ ശക്തമായ എതിർപ്പുണ്ട്, വലിയ താല്പര്യമൊന്നുമില്ല അവിടെ ജയിക്കണം എന്നുള്ള കാര്യത്തിൽ, ശ്രീലേഖ ജയിക്കണം എന്നുള്ള കാര്യത്തിൽ. അവിടെ പോയിരുന്നതാണ് ഈ ഡയലോഗ് അടിക്കുന്നത്. മനസ്സിലായില്ലേ? ഇവിടെ പ്രധാനമന്ത്രി വന്നിട്ട് ഇവിടെ വികസന പദ്ധതികളെ കുറിച്ച് പ്രസംഗിക്കുക എന്നാണ് പറയുന്നത്. വികസന രേഖ മേയറാണ് അവതരിപ്പിക്കേണ്ടത്. ഒരു കോർപ്പറേഷന്റെ വികസന രേഖ അവതരിപ്പിക്കുന്ന പ്രധാനമന്ത്രി അല്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ബേസിക് ആയിട്ടുള്ള നോളജാണ്. ഒരു കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ വികസന രേഖ അവതരിപ്പിക്കേണ്ടത് പ്രധാനമന്ത്രി അല്ല.
കോർപ്പറേഷന്റെ മേയറായിരിക്കണം വികസന രേഖ അവതരിപ്പിക്കേണ്ടത്. അതുപോലും അറിയാൻ വയ്യാതെ വി രാജേഷ് അടക്കമുള്ള ഈ സുരേഷ് ഗോപി അടക്കമുള്ളവർ പറയുന്നത്, സുരേഷ് ഗോപി അടക്കമുള്ളവർ പറയുന്നത് എന്താ, നരേന്ദ്രമോദി വരും, നരേന്ദ്രമോദി വന്നിട്ട് 45 ദിവസത്തിനുള്ളിൽ നരേന്ദ്രമോദി വന്ന് വികസന രേഖ അവതരിപ്പിക്കും എന്നാണ് പറയുന്നത്. അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമേ അല്ല. അങ്ങനെ ഒരു നിയമപരമായി അതിനൊരു വശമേ ഇല്ല. ഇതുപോലും അറിയാതെയാണ് ഈ BJP-യിലെ കുറെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു നടക്കുക. അതിൻ്റെ ഇടയിൽ അടക്കം സുരേഷ് ഗോപി. പിന്നെ ഈ സുരേഷ് ഗോപി ഈ പിന്നെ അന്ന് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചുകൊണ്ട് ഡിസാസ്റ്റർ ടൂറിസ്റ്റ് അങ്ങനെ തന്നെ വിളിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് ദുരന്ത ബാധിത മേഖലകളിൽ ടൂറിസമായിട്ട് നടത്തുന്നവർ, വിനോദയാത്രയ്ക്ക് വരുന്ന ആളുകൾ എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ പ്രധാനമന്ത്രിക്കും പ്രാധാന്യമില്ല, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും പ്രാധാന്യമില്ല. ഈ 2 കേന്ദ്രമന്ത്രിമാരുണ്ട് നമുക്ക്. ഈ പറയുന്ന പോലെ ഒരു ഇങ്ങനെ അങ്ങ് നടക്കുകയാണ്. പുള്ളിക്ക് വെളിയും വെള്ളിയാഴ്ചയില്ല. പുള്ളിയുടെ കാര്യം ഇത് തന്നെ, എന്ത് പറയുന്നു എന്നുള്ള കാര്യം പുള്ളിക്ക് തന്നെ അറിയില്ല. അങ്ങനെ ഒരു കേന്ദ്രമന്ത്രിയാണ് ഒരിടത്തുള്ളത്. ഈ ഒരു കേന്ദ്രമന്ത്രി അതേ അവസ്ഥയിൽ തന്നെ, വെളിയും വെള്ളിയാഴ്ചയില്ല. ഒന്നാമത്തെ കാര്യം, ഈ സുരേഷ് ഗോപിക്ക് പണിയില്ല, പെട്രോളിയം വകുപ്പ് മന്ത്രിയാ. ഈ എന്ത് ഗുണമുണ്ട് പെട്രോളിയം വകുപ്പിന് ഇവിടെ പ്രസക്തിയില്ല. പണ്ട് പെട്രോൾ വില അനൗൺസ് ചെയ്യാനെങ്കിലും പെട്രോളിയം വകുപ്പിന് വരുമായിരുന്നു. ഇപ്പൊ അതുമില്ല. കാര്യം എന്താ, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ് നിയന്ത്രിക്കാനുള്ള എല്ലാ അവകാശവും ഇപ്പോഴും അതാത് കമ്പനികൾക്കാണ്. ഇപ്പം ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഭാരത് പെട്രോളിയം, പിന്നെ അതുപോലെ ഇപ്പം നയറ തുടങ്ങിയ ഇതൊക്കെ ഉണ്ടല്ലോ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഇവർക്കൊക്കെയാണ് ഇപ്പം വില നിർണ്ണയ അവകാശം കിടക്കുന്നത്. അതുകൊണ്ട് പെട്രോളിന്റെ ഡീസലിന്റെ വില വർദ്ധിക്കുന്നത് നമ്മളാരും അറിയുന്ന പോലും ഇല്ല. അത് കൂടുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് അത് കൂടുന്നുണ്ട്. അപ്പൊ പക്ഷെ ഇതൊന്നും നമ്മൾ അറിയാനേ പോകുന്നില്ല. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഇത് അപ്പം മന്ത്രിക്ക് പണിയില്ല, പിന്നെ സഹമന്ത്രിക്ക് എന്തോ പണിയാ? അപ്പൊ എന്തെങ്കിലുമൊക്കെ വെളിവും വെള്ളിയാഴ്ചയില്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നടക്കണം. എന്നതിനപ്പുറത്തേക്ക് സുരേഷ് ഗോപി വലിയ പ്രത്യേകിച്ച് എന്തെങ്കിലും നമുക്ക് കേരളത്തിന് വേണ്ടി ചെയ്തു തരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കലുങ്ക് സംവാദം വലിയ കെട്ടിപ്പൊക്കിക്കൊണ്ട് വന്ന എന്തായ അവസാനം? അത് അവസാനം ഇവിടേക്ക് നേതാക്കള് അങ്ങ് കേന്ദ്രത്തിലോട്ട് പരാതി വരെ അയക്കേണ്ടി വന്നു, ഇതൊന്ന് നിർത്തി തരുമോ, അത് തന്നെ, ഇതൊന്ന് അവസാനിപ്പിച്ചു തരുമോ എന്നും പറഞ്ഞിട്ട് ഇനി ഒരു കലിക്കെ പോയി ഇരിക്കല്ലേന്ന് പരാതി വരെ കൊടുക്കണ്ടേ. അത് വേറെ മറ്റു പാർട്ടിക്കാരല്ല, സ്വന്തം പാർട്ടിയിലെ സ്വന്തം അണികള് തന്നെ പരാതി കൊടുക്കേണ്ട അവസ്ഥ വരെ എത്തി. അതാ സുരേഷ് ഗോപി ഇപ്പോഴും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇതൊരു രാജഭരണ കാലഘട്ടമാണെന്ന്. പിന്നെ ഈ ശബരിമല ഏറ്റെടുത്ത് ഞങ്ങൾ അങ്ങ് പുഷ്പിപ്പിച്ചേക്കാം എന്നൊക്കെ പറയുന്നത് വെറുതെയുള്ള പ്രതീക്ഷകളാണ്. അത് നടപ്പാവുന്ന കാര്യമൊന്നുമല്ല. പിന്നെ ഞാൻ ഭയക്കുന്ന വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇവിടുത്തെ എല്ലാ സ്ഥാപനങ്ങളെയും എങ്ങനെ പ്രൈവറ്റലൈസ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നിർമ്മലാ സീതാരാമൻ എന്ന് പറയുന്നത് നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം പ്രൈവറ്റലൈസ് ചെയ്യുക, സ്വകാര്യവൽക്കരിക്കുക. അപ്പൊ അങ്ങനെ സ്വകാര്യവൽക്കരിക്കുന്ന കൂട്ടത്തിൽ നാളെ ഇനി അയ്യപ്പ ക്ഷേത്രം സ്വകാര്യവൽക്കരിക്കും. കാര്യം ഇവിടെ ലാഭകരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ശബരിമല. അവിടെയൊക്കെ പണം വരുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ഇതിനെ പ്രൈവറ്റലൈസ് ചെയ്തേക്കാം എന്നുള്ളൊരു ധാരണ ഇവർക്കുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഈ ദേവസ്വം ബോർഡിന് അങ്ങനെ കൂടെ ചിന്തിക്കാം, സാധ്യതയുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവര് പറഞ്ഞു വരുത്തുന്ന ഒരു കാര്യം, ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ നിന്നുള്ള പണം അപ്പാടെ ദേവസ്വം ബോർഡിലേക്ക് നേരിട്ടെടുക്കുകയാണ്. അതേസമയം പിന്നെ പള്ളികളിലെയും ക്രിസ്ത്യാനികളുടെ ഇടയിൽ നിന്നുള്ള പണം കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെ മാത്രം വരുമാനമാണ് സർക്കാരിലേക്ക് പോകുന്നത്. വേറെ എത്രയോ ക്ഷേത്രങ്ങളുണ്ട് ഇവിടെ റവന്യൂ കിട്ടുന്ന. ഇപ്പൊ നമുക്ക് തന്നെ അറിയാവുന്ന എത്രയോ അധികം ക്ഷേത്രങ്ങളുണ്ട്, കുടുംബക്കാർ ട്രസ്റ്റുകൾ നടത്തുന്ന ക്ഷേത്രങ്ങളുണ്ട്. ഈ ക്ഷേത്രങ്ങളുടെ പണം എവിടേക്കാ പോകുന്നത്? ആ ദേവസ്വം ബോർഡിലേക്ക് അടയ്ക്കുന്നുണ്ടോ? ദേവസ്വം ബോർഡിലേക്ക് പോകുന്നില്ല. ഒരു കുടുംബമോ ട്രസ്റ്റോ നടത്തുന്ന ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ഇതും പോയിക്കൊണ്ടിരിക്കുന്നത് അതാത് ട്രസ്റ്റുകൾക്കോ കുടുംബങ്ങൾക്കോ ആയിരിക്കും. അല്ലാതെ ഇതൊന്നും ദേവസ്വം ബോർഡിന്റെ അധീനതയിൽ വരുന്നതല്ല. പക്ഷെ അതിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കോ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കോ സർക്കാർ 1 രൂപ മുടക്കുകയുമില്ല. സർക്കാരിന് അതിൽ യാതൊരു ബാധ്യതയില്ല. ആ ക്ഷേത്രത്തിന്റെ ഇപ്പൊ നമ്മുടെയൊക്കെ നാട്ടിലുണ്ട് അത്തരം അമ്പലങ്ങൾ, കുടുംബക്ഷേത്രങ്ങളുണ്ട്, ട്രസ്റ്റുകൾ നടത്തുന്ന, കരക്കാർ നടത്തുന്ന ക്ഷേത്രങ്ങളുണ്ട്. അപ്പൊ അവിടങ്ങളിലല്ല ഈ കരക്കാരാണ് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും പുനരുദ്ധാരണ പ്രവർത്തനവും എല്ലാം നടത്തി പോരുന്നത്. അപ്പൊ അതിന്റെ പണം എവിടേക്കാ പോകുന്നത്? അവരിലേക്ക് തന്നെ പോകും. ഇനി പള്ളികൾ, ഇവിടെ വലിയ വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ചർച്ച ഇതിനു മുമ്പ് തുടങ്ങി വെച്ചാണ് ഞാൻ പറയുന്നത്. പള്ളികൾ, നമ്മുടെ പിന്നെ ഇതിന്റെ പള്ളികൾ വരുമല്ലോ, ഈ പറയുന്ന ആ പള്ളികൾ എവിടേക്കാണ് പോകുന്നത്? പള്ളികളുടെ പിന്നെ പുനരുദ്ധാരണം ആരാ നടത്തുന്നത്? പള്ളികളുടെ പുനരുദ്ധാരണം അതായത് മഹല്ല് കമ്മിറ്റിക്കാരാണ് നടത്തുന്നത്. ആ മഹല്ല് കമ്മിറ്റിക്കാരുടെ ഉത്തരവാദിത്വത്തിലാണ് ശരിക്കും ഈ പള്ളികൾ നിലനിൽക്കുന്നത്. അപ്പൊ അവിടെ വരുന്ന വരുമാനം എല്ലാം സ്വാഭാവികമായി മഹല്ല് കമ്മിറ്റിക്ക് നിക്ഷിപ്തമാകുന്നതാണ്. ക്രിസ്ത്യൻ പള്ളികൾ ആരാ നോക്കുന്നത്? സർക്കാരിന് എന്തെങ്കിലും ചുമതലയുണ്ടോ? ഇല്ല. അവിടെ പള്ളി പണിയുന്നതും പള്ളിക്കാരുടെ കാര്യങ്ങൾ നോക്കുന്നതും പെരുന്നാൾ നടത്തുന്നതും എല്ലാം ആ പറയുന്ന ഇടവകക്കാരാണ്. അപ്പൊ ഇത് തിരിച്ചറിയാതെ, ഇത് മനസ്സിലാക്കാതെ ഇവിടുത്തെ പിന്നെ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെല്ലാം പണം അടിച്ചുകൊണ്ട് പോവുകയാണെന്നും ഈ പറയുന്ന ക്ഷേത്രങ്ങളിലെ ഈ ഗുരുവായൂർ ദേവസ്വം ബോർഡ്, കൊച്ചിൻ ദേവസ്വം ബോർഡ്, മലബാർ ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, ഈ ദേവസ്വം ബോർഡിലേക്ക് ക്ഷേത്രങ്ങളുടെ ഇപ്പം പൊതുമരാമത്ത് വകുപ്പ്, റോഡ് നിർമ്മാണം ആരാ കാശ് ചെലവാക്കുന്നത്? സംസ്ഥാന സർക്കാരാണ് കാശ് ചെലവാക്കുന്നത്. അവിടുത്തെ ശബരിമല മാസ്റ്റർ പ്ലാൻ അത് നടപ്പിലാക്കുന്ന ആരാണ്?
സംസ്ഥാന സർക്കാരാണ് കാശ് മുടക്കുന്നത്. അതുപോലെ പിന്നെ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ആണെങ്കിലോ ഗുരുവായൂർ ദേവസ്വം ബോർഡ് സർക്കാരാണ് പൈസ കൊടുക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ദേവസ്വം ബോർഡിന് പണം അനുവദിച്ച് നൽകുന്നത് സംസ്ഥാന സർക്കാരിൽ നിന്നാണ്. ഇത്ര ഇന്ന ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന സർക്കാരിൽ നിന്ന് പണം വിഹിതം മാറ്റിവെക്കുന്നു. ഇതാണ് ശരിക്കും സംഭവിക്കുന്നത്. അല്ല ശബരിമലയിലെ പണം കൊണ്ടുവന്ന് ബാക്കിയുള്ളിടത്ത് പിന്നെ ബാക്കിയുള്ളവർക്ക് ശമ്പളവും കൊടുത്ത് എന്നിട്ട് മിച്ചം വരുന്ന പൈസ അവർ പുട്ടടിക്കുകയല്ല ചെയ്യുന്നത്. ഇതൊരു വളരെ കൃത്യമായ ക്രമപ്പെടുത്തിയ ഒരു സിസ്റ്റത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സാധനമാണ്. ഇവർ വന്നു കഴിഞ്ഞാൽ നേരെ മറിക്കും കാര്യങ്ങളെല്ലാം. ഇവരെല്ലാം അവിടെ അണ്ണനും തമ്പി എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വീതിച്ചെടുത്ത് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ ഇരിക്കുന്ന കാര്യത്തിൽ ഇനി ഇവരെന്ത് തലയിടാനാ? ഇങ്ങനെ പൊട്ടത്തരം പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുകയാണ് ഈ സുരേഷ് ഗോപി പച്ചയ്ക്ക് പറഞ്ഞ. ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നിട്ട് പിന്നെ ഈ പറയുന്ന ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗം കാര്യമൊക്കെ ശരി തന്നെയാണ്. പക്ഷെ മണ്ടത്തരം പറഞ്ഞുകൊണ്ട് ഈ വോട്ട് പിടിക്കാൻ പൊട്ടത്തരം പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കരുതെന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്.